കോഴിക്കോട് വടകരയിൽ ഓപ്പറേഷൻ തൂഫാനിൽ ഒരു അധ്യാപിക കൂടി പിടിയിലായി. പേരാമ്പ്ര BRCയിലെ അധ്യാപികയും കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശിയുമായ കാവ്യയാണ് പിടിയിലായത്. BRCയിലെ മറ്റൊരു അധ്യാപിക മരുത്തോക്കര സ്വദേശി KC കീർത്തന നേരത്തെ പിടിയിലായിരുന്നു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അധ്യാപികയെ പിടികൂടിയിരിക്കുന്നത്. മാതൃകയാകേണ്ട അധ്യാപികയാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പുറത്തു വരുന്നത്. സാധാരണയായി അധ്യാപകർ എന്ന് പറയുന്നത് കുട്ടികളുടെ തെറ്റുതിരുത്തി മാതൃകയാവേണ്ടുന്ന ആളുകളാണ്. പക്ഷേ ഇതിപ്പോൾ തുടർച്ചയായി രണ്ടാം തവണയാണ് കോഴിക്കോട് ജില്ലയിൽ MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അധ്യാപിക അറസ്റ്റിലാവുന്നത്. നേരത്തെ കീർത്തന എന്ന അധ്യാപികയായിരുന്നു അറസ്റ്റിലായിരുന്നെങ്കിൽ ഇപ്പോൾ പേരാമ്പ്ര സ്വദേശിനിയായിട്ടുള്ള കാവ്യ എന്ന BRCയിലെ താൽക്കാലിക അധ്യാപികയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ ലക്ഷങ്ങളുടെ MDMA കച്ചവടം നടത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിൽ മൂന്നാം പ്രതിയാണ് കാവ്യ. ഈ കാവ്യയും ഒപ്പം തന്നെ നേരത്തെ പിടിയിലായ കീർത്തനയും എല്ലാം തന്നെ BRCയിലെ താൽക്കാലിക ജീവനക്കാരാണ്. ഇവർക്ക് ഈ ലഹരി മാഫിയയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് IPSന്റെ നേതൃത്വത്തിൽ അവർക്ക് കീഴിലുള്ള സംഘം SI ഷമീറിന്റെ എല്ലാം നേതൃത്വത്തിൽ ഇവരെയെല്ലാം തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് വളരെ ആസൂത്രിതമായ രീതിയിലായിരുന്നു ഈ ഒരു അധ്യാപികയുടെ ഒരു ലഹരി കച്ചവടം എന്ന് പറയുന്നത്. മയക്കുമരുന്ന്, ലഹരിമരുന്ന് ഈ രാസലഹരി ആവശ്യപ്പെടുന്നവർ കാവ്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം അയച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. പണം അക്കൗണ്ടിൽ എത്തിയെന്ന് ഉറപ്പാക്കിയാൽ ലഹരിമരുന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇവർ ആവശ്യക്കാർക്ക് അയച്ചു നൽകും. തുടർന്ന് മറ്റൊരു വ്യക്തി വഴിയാണ് കാവ്യ MDMA കൈമാറുന്നത്. അക്കൗണ്ടിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് രൂപ കേസിന്റെ സൂത്രധാരനും ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന മുഖ്യപ്രതിയുമായ അക്കൗണ്ടിലേക്ക് കാവ്യ കൈമാറുകയായിരുന്നു പതിവ്. കഴിഞ്ഞ ദിവസം മാവിക്കൽ സ്വദേശി സഫാന്റെ പക്കൽ നിന്ന് 2 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഫോൺ രേഖകളും കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് അധ്യാപികയായ കാവ്യ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ശരി, വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.